എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റാഗി കൊണ്ടുള്ള ഇടിയപ്പമാണ്. റാഗി മാത്രമായിട്ട് ഇടിയപ്പം എടുത്ത് കുഴയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിതിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുളപ്പിച്ച റാഗിയുടെ പൊടിയാണ്. അപ്പോൾ സാധാരണ റാഗി പൗഡർ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. മുളപ്പിച്ച റാഗി പൗഡറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളിവിടെ ഇത് 1 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ പുറകിൽ ഇത് വറുത്തിട്ടാണ് ഇടിയപ്പത്തിന് ഉണ്ടാക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, വറുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ വറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 കപ്പ് റാഗിപ്പൊടി എടുത്തതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വറക്കുമ്പോൾ നല്ലൊരു മണം വരും. അതുപോലെ കളറൊന്നും ഒരുപാട് മാറി ബ്രൗൺ ആകരുത്. നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ റാഗിപ്പൊടി ഇപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് നല്ല ഇടിയപ്പത്തിൻ്റെ പൊടി ചേർക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ഇടിയപ്പപ്പൊടിയാണ്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി വറുത്ത പൊടിയാണ്, വറക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മളിതിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ റാഗി എടുത്തത് അത്രയും തന്നെ അരിപ്പൊടി ഇതിലേക്ക് വേണം. ഇനി നമ്മളൊരു 3 കപ്പ് വെള്ളം ഒരു സോസ് പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളിത് കുഴക്കേണ്ടത്. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പക്ഷേ സാധാരണ ഇടിയപ്പത്തിനേക്കാളും കുറച്ചുകൂടെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് നമ്മൾ റാഗി ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഓരോ റാഗി പൊടിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 2.25 കപ്പ് വെള്ളം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലായി വന്നു കഴിഞ്ഞാൽ ചെറിയ ചൂടോടുകൂടി തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടൊന്ന് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈസിയാണ്. കയ്യിലൊട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നിങ്ങൾക്ക് കുഴയ്ക്കാവുന്നതാണ്. ഇനി നമ്മളൊരു സേവനാഴിയിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്കിത് ചുറ്റിച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മുളയുടെ ഇതിലോ കുറച്ച് എണ്ണ തൂത്തിട്ട് വേണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കാവുന്നതാണ്. നമ്മുടെ ഇടിയപ്പം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇടിയപ്പമാണ്. നമ്മളെപ്പോഴും അരി തന്നെ എടുക്കാതെ നമ്മളതിൽ ഹെൽത്തി ആയിട്ടുള്ള കാർബും കൂടെ മിക്സ് ചെയ്തിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഹെൽത്തിയാണ്. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്